ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലോക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഫോർ നട്ട്, ഡിഫറെൻറ്റ് ലോക്കിംഗ് അറേഞ്ച്മെൻറ്റ്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്, ഇത് വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ഈ ഓരോ ടൈപ്പ് ലോക്കിംഗ് മെക്കാനിസവും അതിൻ്റെ വർക്കിങ്ങും പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസും ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ലോക്ക് നട്ട് അല്ലെങ്കിൽ ചെക്ക് നട്ട് അല്ലെങ്കിൽ ജാം നട്ട്. ലോക്ക് നട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ലോക്കിംഗ് ഡിവൈസ് ആണ്. ഇതിൻ്റെ 3 പേരും ഓർത്ത് വെക്കണം. നമ്മളതിനെ ചിലപ്പോൾ ചെക്ക് നട്ട് എന്ന് പറയും, ചിലപ്പോൾ ജാം നട്ട് എന്ന് പറയും. ലോക്ക് നട്ട്, ചെക്ക് നട്ട് അല്ലെങ്കിൽ ജാം നട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ലോക്കിംഗ് മെക്കാനിസമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു നട്ടും ഒരു സ്മോളർ നട്ടും ഒരു സ്റ്റാൻഡേർഡ് നട്ടും, ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു സ്റ്റാൻഡേർഡ് നട്ടും ഒരു സ്മോളർ നട്ടും ഉള്ള ലോക്കിംഗ് മെക്കാനിസത്തിനെയാണ് ഈ ലോക്ക് നട്ട് അല്ലെങ്കിൽ ചെക്ക് നട്ട് അല്ലെങ്കിൽ ജാം നട്ട് എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റാൻഡേർഡ് നട്ടിൻ്റെ താഴെയായിട്ടാണ് സാധാരണ ഈ ഒരു ലോക്ക് നട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോക്ക് നട്ടിൻ്റെ സൈസ് എപ്പോഴും സ്റ്റാൻഡേർഡ് നട്ടിനേക്കാൾ എന്തായിരിക്കും? ചെറുതായിരിക്കും. അതായത് ലോക്ക് നട്ടിൻ്റെ സൈസ് വരുന്നത് ഒരു 2/3 ഓഫ് നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആയിരിക്കും ഈ ഒരു ലോക്ക് നട്ടിൻ്റെ അല്ലെങ്കിൽ സ്മോൾ നട്ടിൻ്റെ സൈസ് വരുന്നത്. അതായത് അറൗണ്ട് 0.67 D വരും. ഡി എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടാണ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ലോക്കിംഗ് മെക്കാനിസം ആണ് എന്ത്? ഈ ലോക്ക് നട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ 2 നട്ടും എന്ത് ചെയ്യും? ടൈറ്റ് ചെയ്യും. 2 നട്ടും ടൈറ്റ് ചെയ്തതിനു ശേഷം ഈ താഴെയുള്ള ലോക്ക് നട്ട് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ടേൺ ചെയ്യും. അങ്ങനെ ടേൺ ചെയ്യുമ്പോഴേക്കും മുകളിലത്തെ നട്ടിലേക്ക് കൂടുതൽ ഫോഴ്സ്, അപ്വേർഡ് ഫോഴ്സ് വരികയും അവിടെ ഈ നട്ടിൻ്റെ ത്രെഡും ബോൾട്ടിൻ്റെ ത്രെഡും തമ്മിലുള്ള ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ലോക്കിംഗ് നടക്കും. അപ്പോൾ എന്താവില്ല? നട്ട് പെട്ടെന്ന് ലൂസായി പോവില്ല. അങ്ങനെയാണ് ഇവിടെ ലോക്കിംഗ് മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോക്കിംഗ് മെക്കാനിസം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ലോക്ക് നട്ട് അല്ലെങ്കിൽ ചെക്ക് നട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലോക്കിംഗ് മെക്കാനിസമാണ് സ്പ്ലിറ്റ് പിൻ. സ്പ്ലിറ്റ് പിന്നിൽ നമ്മൾ നട്ടിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു സെമി സർക്കുലർ ക്രോസ് സെക്ഷനുള്ള സ്റ്റീൽ വയറാണ്. സെമി സർക്കുലർ ക്രോസ് സെക്ഷനുള്ള സ്റ്റീൽ വയർ. ആ ക്രോസ് സെക്ഷൻ അതേപോലെ ഓർത്ത് വെക്കണം, ചോദിക്കാറുണ്ട്. സ്പ്ലിറ്റ് പിന്നിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? ഒരു സെമി സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ലോക്കിംഗ് ചെയ്യുന്നത്? ഈ ഒരു ലോക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ബോൾട്ടിൽ ഡ്രില്ല് ചെയ്തിരിക്കുന്ന ഒരു ഹോളിലൂടെ ഒരു പിന്ന് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ജസ്റ്റ് നട്ടിൻ്റെ ടോപ്പിൽ ടച്ച് ചെയ്തുകൊണ്ട് ബോൾട്ടിൽ ഡ്രില്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹോളിലൂടെ, ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ നോക്കുക, ഇതിലൂടെ ഒരു പിന്ന് ഇൻസേർട്ട് ചെയ്യും. പിന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പിന്നിൻ്റെ 2 എൻഡ് എന്ത് ചെയ്യും? 2 സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നട്ട് പിന്നെ എന്താവില്ല? നട്ട് പിന്നെ ലൂസായി വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ് എന്ത്? സ്പ്ലിറ്റ് പിൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്പ്ലിറ്റ് പിന്നിൻ്റെ അപ്രോക്സിമേറ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് 0.2 ടൈംസ് നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടാണ്. 0.2D ആണ് സ്പ്ലിറ്റ് പിന്നിൻ്റെ അപ്രോക്സിമേറ്റ് ഡയമീറ്റർ. ഇതും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. സ്പ്ലിറ്റ് പിന്നിൻ്റെ അപ്രോക്സിമേറ്റ് ഡയമീറ്റർ 0.D ആണ്. 0.2D. അപ്പോൾ സ്പ്ലിറ്റ് പിന്നിൻ്റെ ക്രോസ് സെക്ഷൻ എന്താണ്? സെമി സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. സെമി സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു സ്റ്റീൽ വയറാണ് സ്പ്ലിറ്റ് പിൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്രോക്സിമേറ്റ് ഡയമീറ്റർ 0.2D ആണ്. ഇനി നെക്സ്റ്റ് സ്ലോട്ടഡ് നട്ട്. സ്ലോട്ടഡ് നട്ട് എന്ന് പറയുന്നത് ഒരു ഹെക്സഗണൽ നട്ട് വിത്ത് സ്ലോട്ടാണ്. അതായത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഹെക്സഗണൽ നട്ടിൻ്റെ അപ്പർ പാർട്ടിൽ ഇതുപോലെ സ്ലോട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലുള്ള സ്ലോട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. നട്ട് ടൈറ്റൻ ചെയ്തതിന് ശേഷം ഈ അപ്പർ പാർട്ടിലെ സ്ലോട്ടിലൂടെ ഹോളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡ്രില്ലിലൂടെയും ഒരു സ്പ്ലിറ്റ് പിന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ഒരു സ്പ്ലിറ്റ് പിൻ എന്ത് ചെയ്യും? അതിൽ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ലോക്കിംഗ് നടക്കുന്നത്. ഈ നട്ടിൻ്റെ അപ്പറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ലോട്ടിലൂടെയും ബോൾട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡ്രിൽ ഹോളിലൂടെയും നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്പ്ലിറ്റ് പിന്ന് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെയാണ് സ്ലോട്ടഡ് നട്ടിൽ ലോക്കിംഗ് നടക്കുന്നത്. ഇങ്ങനെ സ്ലോട്ടുകൾ നമ്മൾ നട്ടിനെ കട്ട് ചെയ്ത് സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നട്ടിൻ്റെ സ്ട്രെങ്ത് എന്താണ്? ഇവിടെ കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യും. അതായത് നല്ലൊരു റിഡക്ഷൻ ഉണ്ടാവും നട്ടിൻ്റെ സ്ട്രെങ്ത്തിൽ. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. സ്ലോട്ടഡ് നട്ടിൻ്റെ ഡ്രോബാക്കാണ് എന്ത്? ഈ ഒരു സ്ട്രെങ്ത് റിഡക്ഷൻ. നമ്മൾ നട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്ലോട്ട് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് കാസ്റ്റിൽ നട്ട്. കാസ്റ്റിൽ നട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടൈപ്പ് ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് നമ്മൾ സ്ലോട്ടഡ് നട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ സ്ലോട്ടഡ് നട്ടിൽ എന്തായിരുന്നു? നട്ടിലാണ് സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നട്ടിൽ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഈ കാസ്റ്റിൽ നട്ടിൻ്റെ കേസിൽ നമ്മൾ നട്ടിൻ്റെ ടോപ്പിലായിട്ട് ഒരു സിലിണ്ടറിക്കൽ കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു സിലിണ്ടറിക്കൽ കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ കോളറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ലോട്ട് കട്ട്
ചെയ്യുന്നത്. ഈ കോളറിൽ സ്ലോട്ട് കട്ട് ചെയ്തിട്ട് ഈ കോളറിലെ സ്ലോട്ടിലൂടെയും അതുപോലെ ബോൾട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡ്രില്ലിലൂടെയും നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പ്ലിറ്റ് പിന്ന് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ഒരു കോളറിൽ സ്ലോട്ട് കട്ട് ചെയ്തുകൊണ്ട് സ്പ്ലിറ്റ് പിൻ ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ സ്ട്രെങ്ത്തിന് എന്തുണ്ടാവില്ല, സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യില്ല. നട്ടിനെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവിടെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ സ്ലോട്ടഡ് നട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യുന്ന ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ് എന്ത്, കാസ്റ്റിൽ നട്ട്. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. സ്ലോട്ടഡ് നട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യുന്ന ടൈപ്പ് നട്ട് ഏതാണ്, കാസ്റ്റിൽ നട്ടാണ്. ഇനി ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽസിലും ലോക്കോമോട്ടീവ് എൻജിൻസിലുമാണ്. ഓട്ടോമൊബൈൽസിൽ, ലോക്കോമോട്ടീവ് എൻജിൻസിൽ, അതുപോലെ സ്റ്റീം എൻജിൻസിലൊക്കെ വൈഡ്ലി യൂസ് ചെയ്യാറുണ്ട്. ഇതും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ലോക്കോമോട്ടീവ്സിൽ അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് എൻജിൻസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലോക്കിംഗ് നട്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് കാസ്റ്റിൽ നട്ടാണ്. അതായത് അവിടെ വൈബ്രേഷനും ഷോക്കൊക്കെ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഏരിയാസിൽ ഉപയോഗിക്കുന്ന ലോക്കിംഗ് മെക്കാനിസം ആണ് എന്ത്, ഈ കാസ്റ്റിൽ നട്ട് എന്ന് പറയുന്നത്. അതും ചോദിക്കാറുണ്ട്. വൈബ്രേഷനും ഷോക്കൊക്കെ കൂടുതലുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന ലോക്കിംഗ് അറേഞ്ച്മെന്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ്, കാസ്റ്റിൽ നട്ടാണ്. അപ്പോൾ കാസ്റ്റിൽ നട്ട് എന്ന് പറയുന്നത് സ്ലോട്ടഡ് നട്ടിന്റെ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യുന്ന ടൈപ്പ് നട്ടാണ് എന്ത്, കാസ്റ്റിൽ നട്ട്. ഓട്ടോമൊബൈൽസിലും ലോക്കോമോട്ടീവ് എൻജിൻസിലും അതുപോലെ സ്റ്റീം എൻജിൻസിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ കാസ്റ്റിൽ നട്ട് എന്ന് പറയുന്ന ലോക്കിംഗ് മെക്കാനിസം. ഷോക്കും വൈബ്രേഷനൊക്കെ കൂടുതലുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കിംഗ് മെക്കാനിസം ഏതാണ്, ഈ കാസ്റ്റിൽ നട്ടാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരാറുണ്ട്. ഇനി അടുത്തത് സോൺ നട്ട് അല്ലെങ്കിൽ വിൽസ് നട്ട്. ഇവിടെ നമ്മൾ ഹെക്സഗണൽ നട്ടിൽ, ഈ ഒരു ലോക്കിംഗ് അറേഞ്ച്മെന്റിൽ ഹെക്സഗണൽ നട്ടിന്റെ ഹാഫ് വേയിൽ ഒരു സ്ലോട്ട് കട്ട് ചെയ്യും. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു സ്ലോട്ട് കട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ, ഈ കട്ട് ചെയ്ത നട്ടിൻ്റെ ബോട്ടം പാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ടാപ്പ്ഡ് ഹോൾ പ്രൊവൈഡ് ചെയ്യും. ടോപ്പ് പാർട്ടിൽ ഒരു ക്ലിയറൻസ് ഹോളും പ്രൊവൈഡ് ചെയ്യും. ഇതിലൂടെ നമ്മളൊരു ക്യാപ് സ്ക്രൂ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ടാപ്പ്ഡ് ഹോളിൽ എന്ത് ചെയ്യും, സ്ക്രൂ ചെയ്യും. ക്യാപ് സ്ക്രൂ ഇൻസേർട്ട് ചെയ്ത് ടാപ്പ്ഡ് ഹോളിൽ സ്ക്രൂ ചെയ്യും. ഇങ്ങനെ ടാപ്പ്ഡ് ഹോളിലൂടെ ക്യാപ് സ്ക്രൂ ഇൻസേർട്ട് ചെയ്ത് സ്ക്രൂ ചെയ്യുമ്പോൾ ഈ അപ്പർ പാർട്ടിലെ ടെൻഷൻ കാരണം, അപ്പർ പാർട്ടിൽ ഉണ്ടാകുന്ന ടെൻഷൻ കാരണം അപ്പർ പാർട്ടിൽ നട്ടിൻ്റെ അപ്പറിലുള്ള ത്രെഡും ബോൾട്ടിൻ്റെ ത്രെഡും തമ്മിലുള്ള ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പറിലുള്ള ത്രെഡും ബോൾട്ടിൻ്റെ ത്രെഡും തമ്മിലുള്ള ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നട്ട് ലൂസൺ ആവാതെ അവിടെ ടൈറ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെയാണ് നട്ട് ലൂസൺ ആവാതെ ഈ ഒരു ലോക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ നട്ടിനെ ലൂസൺ ആവാതെ ടൈറ്റൻ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ സോൺ നട്ട് അല്ലെങ്കിൽ വിൽസ് നട്ടിൽ എന്താണ്, ഒരു ഹെക്സഗണൽ നട്ടിൽ ഹാഫ് വേയിൽ ഒരു സ്ലോട്ട് കട്ട് ചെയ്ത ടൈപ്പ് ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഈ സ്ലോട്ട് കട്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള പാർട്ടിൽ ഒരു ടാപ്പ്ഡ് ഹോൾ പ്രൊവൈഡ് ചെയ്യും. മുകളിലുള്ള പാർട്ടിൽ ഒരു ക്ലിയറൻസ് ഹോളാണ് ഉണ്ടാവുക. ഇതിലൂടെ ഒരു ക്യാപ് സ്ക്രൂ ഇൻസേർട്ട് ചെയ്തിട്ട് മുകളിലുള്ള പാർട്ടിനെ താഴെയുള്ള പാർട്ടിലേക്ക് സ്ക്രൂ ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്ക്രൂ ചെയ്യുമ്പോൾ മുകളിലുള്ള പാർട്ടിലെ ത്രെഡിനുണ്ടാകുന്ന ടെൻഷൻ കാരണം അതും ബോൾട്ടിലെ ത്രെഡും തമ്മിലുള്ള ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ എന്ത് നടക്കുന്നത്, ലോക്കിങ് നടക്കുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, സോൺ നട്ട് അല്ലെങ്കിൽ വിൽസ് നട്ട്. ഇനി അടുത്ത ലോക്കിംഗ് മെക്കാനിസം സിമ്മൺസ് ലോക്ക് നട്ട്. സിമ്മൺസ് ലോക്ക് നട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നട്ടിൻ്റെ ടോപ്പിലായിട്ട് ഒരു സിലിണ്ടറിക്കൽ കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കോളറിനുള്ളിലായിട്ട് ഒരു ഫൈബർ റിങ്ങും ഉണ്ടാവും. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ലോക്ക് നട്ട്. ഇതിൽ എന്താണ്, നട്ടിൻ്റെ ടോപ്പിലായിട്ടൊരു സിലിണ്ടറിക്കൽ കോളർ ഉണ്ട്. ആ സിലിണ്ടറിക്കൽ കോളറിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഫൈബർ റിങ്ങും ഉണ്ട്. ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഫൈബർ റിങ്. അങ്ങനെ ഒരു ഫൈബർ റിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫൈബർ റിങ്ങിൻ്റെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ബോൾട്ടിൻ്റെ കോർ ഡയമീറ്ററിനേക്കാൾ കുറവായിരിക്കും. ബോൾട്ടിൻ്റെ കോർ ഡയമീറ്ററിനേക്കാൾ കുറവായിരിക്കും ഫൈബർ റിങ്ങിൻ്റെ ഇന്റേണൽ ഡയമീറ്റർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നട്ട് ടൈറ്റൻ ചെയ്യുമ്പോൾ ബോൾട്ട് ഈ ഒരു ഫൈബർ റിങ്ങിൽ അതിൻ്റെതായ ത്രെഡ് കട്ട് ചെയ്യും. ബോൾട്ടിൻ്റെ എൻഡ് ഈ ഒരു ഫൈബർ റിങ്ങിൽ എന്ത് ചെയ്യും, അതിൻ്റെതായ ത്രെഡ് കട്ട് ചെയ്യും. അപ്പോൾ എന്താണ്, ബോൾട്ട് അതിൻ്റെതായ ത്രെഡ് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്രിപ്പ് കിട്ടും. ബോൾട്ടിൻ്റെ എൻഡിലെ ത്രെഡും ഈ ഒരു ത്രെഡും തമ്മിലുള്ള ഒരു ഗ്രിപ്പ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ലോക്കിങ് ചെയ്യുന്നത്. നട്ട് ലൂസ് ആവാതെ ലോക്കിംഗ് ചെയ്യുന്നത് ഈ ഒരു മെക്കാനിസത്തിൽ അങ്ങനെയാണ്. അപ്പോൾ സിമ്മൺസ് ലോക്ക് നട്ടിൽ എന്താണ്, ഒരു കോളർ ഉണ്ടാവും നട്ടിൻ്റെ ടോപ്പ് പാർട്ടിലായിട്ട്. ആ കോളറിൻ്റെ ഉള്ളിൽ ഒരു ഫൈബർ റിങ് ഉണ്ടാവും. ആ റിങ്ങിൻ്റെ ഇന്റേണൽ ഡയമീറ്റർ എന്തായിരിക്കും, ബോൾട്ടിൻ്റെ മേജർ ഡയമീറ്ററിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ബോൾട്ടിൻ്റെ എൻഡ് അതിൻ്റെതായ ത്രെഡ് ആ ഫൈബർ റിങ്ങിൽ കട്ട് ചെയ്യും. ഫൈബർ റിങ്ങിൽ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രിപ്പ് കൂടുതൽ കിട്ടും. അങ്ങനെയാണ് ഇതിൽ ലോക്കിംഗ് നടക്കുന്നത്. ഇനി അടുത്ത ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഗ്രൂവ്ഡ് നട്ട്.
ഗ്രൂവ്ഡ് നട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നട്ടിൻ്റെ ബോട്ടം പാർട്ടിലായിട്ട് ഒരു സിലിണ്ടറിക്കൽ ഗ്രൂവ്ഡ് കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇതാണ് നട്ടെങ്കിൽ, ഇതാണ് നമ്മുടെ നട്ടെങ്കിൽ നട്ടിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഗ്രൂവ്സ് ഉള്ള ഒരു സിലിണ്ടറിക്കൽ കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനൊരു സിലിണ്ടറിക്കൽ കോളർ എന്ത് ചെയ്തിട്ടുണ്ടാവും, നട്ടിൻ്റെ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കോളർ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന പീസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കറസ്പോണ്ടിങ് റിസസിലേക്ക് കറസ്പോണ്ടിങ് ഹോളിലേക്ക് കറക്റ്റായിട്ട് സീറ്റ് ആവും. അതിനുശേഷം ഈ ഒരു പീസിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിലൂടെ നമ്മളൊരു സെറ്റ് സ്ക്രൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ സെറ്റ് സ്ക്രൂവിൻ്റെ ഡോഗ് എൻഡിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ എൻഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഗ്രൂവിൻ്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. സെറ്റ് സ്ക്രൂവിൻ്റെ ഡോഗ് എൻഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഗ്രൂവിൻ്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. അത് ഈ ഗ്രൂവിലേക്ക് ഇറങ്ങിയിരിക്കും. ഇതുപോലെ ഗ്രൂവിലേക്ക് ഇറങ്ങി ടൈറ്റായിട്ട് അതിനെ അവിടെ പിടിച്ചു നിർത്തും. അങ്ങനെയാണ് ഈ ലോക്കിങ് നടക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നട്ട് പിന്നെ എന്താവില്ല, ഫർദർ ലൂസ് ആവില്ല. അപ്പോൾ ഈ ഒരു ഗ്രൂവ്ഡ് നട്ട് ലോക്കിംഗ് മെക്കാനിസത്തിൽ എന്താണ്, നട്ടിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മളൊരു ഗ്രൂവുള്ള സിലിണ്ടറിക്കൽ കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പാർട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കറസ്പോണ്ടിങ് റിസസിനുള്ളിലേക്ക് കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം ഈ മെറ്റൽ പാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിലൂടെ നമ്മൾ ഒരു സെറ്റ് സ്ക്രൂ ഇൻസേർട്ട് ചെയ്തിട്ട് ആ കോളറിലെ ഗ്രൂവിലേക്ക് പ്രസ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഗ്രൂവിലേക്ക് കറക്റ്റായിട്ട് വരുന്ന തരത്തിലായിരിക്കും ഈ ഒരു സെറ്റ് സ്ക്രൂവിൻ്റെ ഡോഗ് എൻഡിൻ്റെ ഡയമീറ്റർ. അതായത് ഗ്രൂവിൻ്റെ വിഡ്ത്തും ഡോഗ് എൻഡിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താവില്ല, ഈ നട്ട് പിന്നെ ഫർദർ ലൂസ് ആവില്ല. അങ്ങനെയാണ് ഗ്രൂവ്ഡ് നട്ട് ലോക്കിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് സ്റ്റോപ്പ് പ്ലേറ്റ് അല്ലെങ്കിൽ ലോക്കിംഗ് പ്ലേറ്റ്. ഈ സ്റ്റോപ്പ് പ്ലേറ്റ് അല്ലെങ്കിൽ ലോക്കിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഗ്രൂവ്സ് കട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലേറ്റിനെയാണ് നമ്മൾ സ്റ്റോപ്പ് പ്ലേറ്റ് അല്ലെങ്കിൽ ലോക്കിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ 30 ഡിഗ്രി ഇൻ്റർവെല്ലിലും ഹെക്സഗണൽ നട്ടിനെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്രൂവ്സ് ഈ പ്ലേറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും, ഓരോ 30 ഡിഗ്രി ഇൻ്റർവെൽസിലും. ഈ ഒരു പ്ലേറ്റ് നമ്മൾ ഹെക്സഗണൽ നട്ട് ടൈറ്റൻ ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലേറ്റ് അതിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ടാപ്പ് ബോൾട്ട് വെച്ചിട്ട് ആ ഒരു നമ്മുടെ ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പീസിൽ ഫിക്സ് ചെയ്യും. ഇങ്ങനെ ടാപ്പ് ബോൾട്ട് വെച്ച് ഫിക്സ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഹെക്സഗണൽ നട്ട് ടേൺ ചെയ്യുമ്പോൾ ഓരോ 30 ഡിഗ്രിയിലും ഈ ഒരു പ്ലേറ്റിൻ്റെ ഗ്രൂവ്സിൽ എന്ത് ചെയ്യും, ലോക്ക് ആവും. അതുകൊണ്ട് തന്നെ ഫർദർ എന്ത് ചെയ്യില്ല, നട്ടിന് ടേൺ ചെയ്യാൻ പറ്റില്ല. ഒരു 30 ഡിഗ്രി ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗ്രൂവിൽ എന്താവും, അത് ലോക്ക് ആവും. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഫർദർ ടേൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നട്ട് ലൂസ് ആവുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സ്റ്റോപ്പ് പ്ലേറ്റ് അല്ലെങ്കിൽ ലോക്കിംഗ് പ്ലേറ്റിൽ ലോക്കിംഗ് മെക്കാനിസം നടക്കുന്നത്. ഇനി അടുത്തത് സ്പ്രിംഗ് വാഷർ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ ഒരു സിംഗിൾ കോയിൽ അല്ലെങ്കിൽ ഒരു ഡബിൾ കോയിൽ സ്പ്രിംഗ് വാഷറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നട്ടിൻ്റെ ബോട്ടത്തിലായിട്ട് ഒരു സിംഗിൾ കോയിൽ അല്ലെങ്കിൽ ഡബിൾ കോയിൽ സ്പ്രിംഗ് വാഷർ പ്ലേസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നട്ട് ടൈറ്റൻ ചെയ്യുന്നത്. ഇങ്ങനെ നട്ട് ടൈറ്റൻ ചെയ്യുമ്പോൾ ഈ സ്പ്രിംഗ് വാഷറിൻ്റെ സ്പ്രിംഗ് ഫോഴ്സ് അപ്വേർഡായിട്ട് ആക്ട് ചെയ്യും, നട്ടിൻ്റെ മുകളിൽ അപ്വേർഡായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ നട്ടിൻ്റെ ത്രെഡും ബോൾട്ടിൻ്റെ ത്രെഡും തമ്മിലുള്ള ഫ്രിക്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അല്ലെങ്കിൽ നട്ടിൻ്റെ ത്രെഡും ബോൾട്ടിൻ്റെ ത്രെഡും തമ്മിൽ ജാം ആയിട്ടിരിക്കും. അങ്ങനെയാണ് അവിടെ ലോക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ സ്പ്രിംഗ് ഫോഴ്സ് കാരണമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ലോക്കിംഗ് നടക്കുന്നത്. അതാണ് സ്പ്രിംഗ് വാഷറിൻ്റെ മെക്കാനിസം. ഇനി അടുത്തത് ടാബ് വാഷർ എപ്പോഴും ചോദിക്കാറുള്ളത്, ടാബ് വാഷറിൻ്റെ പർപ്പസ് ആണ് ചോദിക്കാറുള്ളത്. അതെന്താണ്, നട്ടിനെ ലോക്ക് ചെയ്യാനുള്ള ഒരു ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ് എന്ത്, ഈ ടാബ് വാഷർ എന്ന് പറയുന്നത്. ടാബ് വാഷർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയാണ് ടാബ് വാഷറിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. നമ്മൾ നട്ടിൻ്റെ ബോട്ടത്തിൽ ഈ ടാബ് വാഷർ പ്ലേസ് ചെയ്ത് നട്ട് ടൈറ്റൻ ചെയ്തതിന് ശേഷം ടാബ് വാഷറിൻ്റെ ഒരെൻഡ് നമ്മളെ ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പീസിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് എൻഡ് നട്ടിൻ്റെ ഫ്ലാറ്റ് ഫേസിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരെൻഡ് എന്ത് ചെയ്യും, പ്ലേറ്റിൻ്റെ എഡ്ജിലേക്ക് ബെൻഡ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് എൻഡ് നട്ടിൻ്റെ ഫ്ലാറ്റ് ഫേസിലേക്ക് ബെൻഡ് ചെയ്ത് വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നട്ടിന് പിന്നെ എന്ത് ചെയ്യില്ല, ഫർദർ ടേൺ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഇവിടെ ലോക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ടാബ് വാഷറിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ വരുന്നത് ടാബ് വാഷറിൻ്റെ പർപ്പസ് ആണ്. അതെന്താണ്, ഒരു ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇനി അടുത്തത്
സർക്കിളിപ്പ് നട്ട് ലോക്ക് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ല. സർക്കിളിപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പണന്റിനെ അതിൻ്റെ ഷാഫ്റ്റിലോ ബോറിലോ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത് ഈ സർക്കിളിപ്പ് എന്ന് പറയുന്നത്. ഒരു കമ്പണന്റിനെ ഒരു ഷാഫ്റ്റിൽ അല്ലെങ്കിൽ ഒരു ബോറിൽ ഒരു കമ്പണന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പൊസിഷനിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലിപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്ലിപ്പ് എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണൽ സർക്ലിപ്പും ഉണ്ട്, ഇന്റേണൽ സർക്ലിപ്പും ഉണ്ട്. ഒരു ഷാഫ്റ്റിലാണെങ്കിൽ എക്സ്റ്റേണൽ സർക്ലിപ്പ് ആയിരിക്കും, ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ എക്സ്റ്റേണൽ സർക്ലിപ്പും ഉണ്ട്. ബോറിലാണെങ്കിൽ അതൊരു ഇന്റേണൽ സർക്ലിപ്പ് ആയിരിക്കും. ഇത് സർക്ലിപ്പ് നമുക്ക് നമ്മുടെ കമ്പോണന്റ് പ്ലേസ് ചെയ്തതിനു ശേഷം അതിന് സർക്ലിപ്പിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോട്ടിലേക്ക് ഒരു പ്ലെയർ വെച്ചിട്ട് സർക്ലിപ്പ് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ കമ്പോണന്റിന് സർക്ലിപ്പിന് ബിയോണ്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. കമ്പോണന്റ് സർക്ലിപ്പിൽ ലോക്ക് ആയിട്ടിരിക്കും. അപ്പോൾ അതാണ് സർക്ലിപ്പിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു പ്ലെയർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടൂൾ വെച്ചിട്ടോ അതിൻ്റെതായിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ലോട്ടിലേക്ക് പ്ലേസ് ചെയ്തു. കമ്പോണന്റ് ഫിക്സ് ചെയ്തതിനു ശേഷം ആ ഒരു സ്ലോട്ടിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പോണന്റിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഷാഫ്റ്റിൽ അല്ലെങ്കിൽ ബോറിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി ഫാസ്റ്റ്നസിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫൗണ്ടേഷൻ ബോൾട്ടുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ഫങ്ഷൻസ്? നമ്മുടെ മെഷീനറീസിനൊക്കെ അതിൻ്റെ ഫൗണ്ടേഷനിലേക്ക് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോൾട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. മെഷീനറീസിനൊക്കെ അതിൻ്റെ ഫൗണ്ടേഷനിൽ ഫിക്സ് ചെയ്യുന്ന ബോൾട്ടുകളാണ് എന്ത്, ഫൗണ്ടേഷൻ ബോൾട്ട്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്, ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടുകളാണ്. ഈ ഫൗണ്ടേഷൻ ബോൾട്ട് നമ്മൾ മൈൽഡ് സ്റ്റീലോ അല്ലെങ്കിൽ റോട്ട് അയണോ ഫോർജ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ബോൾട്ടിൻ്റെ സൈസൊക്കെ ആ ഫിക്സ് ചെയ്യുന്ന മെഷീൻ്റെ സൈസിനെയും അതുപോലെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ സൈസ് ആ മെഷീൻ്റെ സൈസും അതുപോലെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ ബോൾട്ട് നമ്മൾ സാധാരണഗതിയിൽ ഫിക്സ് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. അതായത് നമ്മൾ ഈ ഫൗണ്ടേഷൻ ബോൾട്ട് ഫിക്സ് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിലെ ഹോള് മേക്ക് ചെയ്തതിന് ശേഷം ഈ ഹോളിലേക്ക് സസ്പെൻഡ് ചെയ്ത് വെക്കും. നമ്മുടെ ഫൗണ്ടേഷൻ ബോൾട്ട് ഈ ഹോളിലേക്ക് എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്ത് വെക്കും. അതിനുശേഷം ഈ ഹോളിൽ നമ്മൾ ബോൾട്ടിനും ഹോളിലെ ക്യാവിറ്റി എന്ത് ചെയ്യും, കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്ത് ഫിക്സ് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിതിൽ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ടോപ്പ് പാർട്ടിൽ മെഷീൻസ് ഫിക്സ് ചെയ്ത് നട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്, ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടുകളാണ്. ഇതെന്താണ്, ഈ ഒരു പോർഷൻ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഹോളിലേക്ക് സസ്പെൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്യും. അതിനുശേഷം ടോപ്പ് പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷീൻസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ കേസിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടുകളെ പറ്റി പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടുകളും അതിൻ്റെ ആപ്ലിക്കേഷൻസ് അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ഫൗണ്ടേഷൻ ബോൾട്ടുകളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് നോക്കുവാണെങ്കിൽ ആദ്യത്തേത് അല്ലെങ്കിൽ ഹൂക്ക് ഫൗണ്ടേഷൻ ബോൾട്ട്, മറ്റൊന്ന് ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ട്, റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട്, ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട്, കോട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്. ഇതിനാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടുകൾ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തേത് അല്ലെങ്കിൽ ഹൂക്ക് ഫൗണ്ടേഷൻ ബോൾട്ട്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കാരണമാണ് അതിനങ്ങനെ പറയുന്നത്. ഷേപ്പിലായിരിക്കും എന്തുണ്ടാവുക, അണ്ടർഗ്രൗണ്ട് പാർട്ട് ഉണ്ടാവുക. അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ ഒരു ഷേപ്പ് ഉണ്ടാവും. ആ ഷേപ്പിന് ക്രോസ് ആയിട്ട് നമ്മളൊരു റോഡ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ ഈ ഒരു ഷേപ്പ് ഉണ്ടാവും. ഷേപ്പിൻ്റെ ആ ഒരു ഹോളിലൂടെ ആ ഒരു ഐയിലൂടെ എന്ത് ചെയ്യും, നമ്മളൊരു ക്രോസ് ആയിട്ടൊരു സിലിണ്ടറിക്കൽ റോഡ് കൂടെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം അത് കോൺക്രീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻ ബോൾട്ടിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബോൾട്ട് ഫൗണ്ടേഷൻ ബോൾട്ടാണ്. ഏറ്റവും കൂടുതൽ കാണുന്നതും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബോൾട്ടാണ് എന്ത്, ഫൗണ്ടേഷൻ ബോൾട്ട്. ഇനി നെക്സ്റ്റ് ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ട്. ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ടിൽ നമ്മുടെ ബോട്ടം പാർട്ട്, അതായത് ഗ്രൗണ്ടിൻ്റെ ഉള്ളിലുള്ള പാർട്ട് കൂടുതൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഫൗണ്ടേഷൻ ബോൾട്ടിനെയാണ് നമ്മൾ ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഈ ബെൻഡ് ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട്. റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി ഒരു ടേപ്പേർഡ് ബോഡിയാണ്. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ബോട്ടത്തിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന തരത്തിൽ ടേപ്പേർഡ് ബോഡിയാണ് റാഗ് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ബോഡി എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഒന്നുകിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും.
ഈ ടാപ്പേർഡ് ബോഡിയുടെ ടാപ്പേർഡ് എഡ്ജസിൽ ഇതുപോലെ ഗ്രൂവുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഗ്രൂവുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കൂടുതൽ ഗ്രിപ്പ് കിട്ടും. ഗ്രൂവുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഏതിൽ? റാഗ് ഫൗണ്ടേഷൻ ബോൾട്ടിൽ. ടാപ്പേർഡ് എഡ്ജസിൽ ഗ്രൂവുകൾ പ്രൊവൈഡ് ചെയ്ത ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റാഗ് ഫൗണ്ടേഷൻ ബോൾട്ടാണ്. റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട് ആദ്യം തന്നെ ലെഡിൽ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി അസംബ്ലിയിൽ കോൺക്രീറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ റാഗ് ഫൗണ്ടേഷൻ ബോർഡിൽ ലെഡിൽ അത് ഫിക്സ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതിനുശേഷമാണ് കോൺക്രീറ്റ് വെച്ച് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ റാഗ് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ കേസിൽ ടാപ്പേർഡ് ബോഡിയുള്ള ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടാണ് എന്ത്? റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട്. അതിൻ്റെ ക്രോസ് സെക്ഷൻ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ടാപ്പേർഡ് എഡ്ജസിൽ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്ത ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടാണ് എന്ത്? റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട്. ഇനി നെക്സ്റ്റ് ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട്. ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ബോഡിയുടെ ഒരു സൈഡ് ടാപ്പേർഡ് ആയിരിക്കും, ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിരിക്കും. ഒരു സൈഡ് ടാപ്പേർഡും ഒരു സൈഡ് സ്ട്രെയിറ്റും ആയിരിക്കും. നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോളിലേക്ക് ഈ ഫൗണ്ടേഷൻ ബോൾട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ സ്ട്രെയിറ്റ് സൈഡിൽ ഇതുപോലെ ഒരു കീ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ ബോൾട്ട് ഒരു കീ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് ഹോളിൽ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കീ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ബോൾട്ട് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന ക്വസ്റ്റ്യനും അതാണ്. റിമൂവബിൾ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ടാണ്. റിമൂവബിൾ ഫൗണ്ടേഷൻ ബോൾട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട്. ഇതിൻ്റെ ബോഡിയുടെ ഒരു സൈഡ് എന്തായിരിക്കും? ടാപ്പേർഡ് ആയിരിക്കും, ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിരിക്കും. ഈ സ്ട്രെയിറ്റ് സൈഡിൽ നമ്മളൊരു കീ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇതിനെ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കീ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ ബോൾട്ടിനെയും എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹെവി മെഷീൻസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല. മെഷീൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി കോമൺലി ഈ ഒരു ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട് ഉപയോഗിക്കാറില്ല. ഇനി നെക്സ്റ്റ് ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്. ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുമ്പോൾ ഹെവി മെഷീൻസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഫൗണ്ടേഷൻ ബോൾട്ടാണെന്ന് ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അതാണ് ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്. ഹെവി മെഷീൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ബോൾട്ടാണ് ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്. ഈ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ ഇതുപോലൊരു റെക്റ്റാങ്കുലർ സ്ലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ റെക്റ്റാങ്കുലർ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് അതിലൂടെ ഒരു ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്യും. ക്വാർട്ടറിൻ്റെ മുകളിലായിട്ട് ബിയർ ചെയ്യാൻ സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻ ബോൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഹെവി മെഷീൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ടിൽ എന്താണ്? നമ്മുടെ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ബോട്ടം പാർട്ടിൽ ഒരു റെക്ടാങ്കുലർ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് അതിലൊരു ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടിനെയാണ് നമ്മൾ ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഈ ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ അല്ലെങ്കിൽ ആ ഹോൾ വരുന്ന പാർട്ടിൽ ഒരു ഹാൻഡ് ഹോളും ഉണ്ടാവും. ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്യാൻ ഒരു ഹാൻഡ് ഹോൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാലും മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ബോട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഹെവി മെഷീൻസിനെ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ബോൾട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ടാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഫൗണ്ടേഷൻ ബോൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മെഷീൻസിനെ അതിൻ്റെ ഫൗണ്ടേഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടുകളെ പറ്റിയിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസ്കറ്റ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഗ്യാസ്കറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് സർഫസുകൾ തമ്മിൽ മേറ്റ് ചെയ്യുമ്പോൾ അതിനിടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലീക്കേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സീലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാസ്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്ലാഞ്ചഡ് ജോയിൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് രണ്ട് ഫ്ലാഞ്ചുകൾ തമ്മിൽ നമ്മൾ നട്ടും ബോൾട്ടും വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇതുപോലെ ഗ്യാസ്കറ്റ് ഫിക്സ് ചെയ്യും. കാരണം എന്താണ്? അതിനിടയിലുള്ള സ്പേസ് ഫില്ല് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡ് ലീക്ക് ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സീലിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാസ്കറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ മെഷീനറീസിൽ, അതുപോലെ പൈപ്പ് ജോയിൻറ്റിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഗ്യാസ്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ
ഈ സീലിംഗ് പ്രോബ്ലം വരുന്നത് ലോ ടെമ്പറേച്ചർ ഉണ്ടാവാം, ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവാം, വൈബ്രേഷൻ കാരണം ഉണ്ടാവാം, കൊറോഷൻ കാരണം ഉണ്ടാവാം, പ്രഷർ ഡിഫറൻസ് കാരണം ഉണ്ടാവാം. ഇതൊക്കെ കൊണ്ടായിരിക്കും ഈ ഒരു ലീക്കേജ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സീലിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെക്കാനിക്കൽ എലിമെൻറ്റ്, ആ രണ്ട് മേറ്റിംഗ് സർഫസുകൾക്കിടയിൽ ഫില്ല് ചെയ്യുന്ന മെക്കാനിക്കൽ എലിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാസ്കറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ഗ്യാസ്കറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കോപ്പർ, അലൂമിനിയം, കോർക്ക്, അതുപോലെ ആസ്ബെസ്റ്റോസ്, പിന്നെ സിന്തറ്റിക് റബ്ബർ, ഇതൊക്കെ കോമൺ ആയിട്ട് ഗ്യാസ്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ടെഫ്ലോൺ, ഇതൊക്കെ കോമൺ ആയിട്ട് ഗ്യാസ്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ഇനി നെക്സ്റ്റ് ഓയിൽ സീൽസ് എന്ന് പറയുന്നത് ഗ്യാസ്കറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ ഡിവൈസിൻ്റെ മൂവിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള രണ്ട് ഇൻ്റർഫേസുകൾക്കിടയിലുള്ള സീലിംഗ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓയിൽ സീൽ എന്ന് പറയുന്നത്. ഓയിൽ സീലിന് ഒരു ഫ്ലെക്സിബിൾ ലിപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് ഷാഫ്റ്റിനും ഹബിനും അല്ലെങ്കിൽ ഹൗസിങ്ങിനും ഇടയിൽ പ്രസ് ചെയ്തിരിക്കും, അത് ടച്ച് ചെയ്ത് പ്രസ് ചെയ്തിരിക്കും. അങ്ങനെയാണ് അവിടെ ഫ്ലൂയിഡ് ലീക്ക് ആവാതെ എന്ത് ചെയ്യുന്നത്, സീലിംഗ് ആക്ഷൻ നടക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബറിലാണെങ്കിലും അതുപോലെ IC എഞ്ചിൻ്റെ പിസ്റ്റൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഓയിൽ സീൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലൂയിഡ് ലീക്ക് ആവാതിരിക്കാൻ അല്ലെങ്കിൽ ഫ്ലൂയിഡും ലൂബ്രിക്കൻറ്റും തമ്മിൽ മിക്സ് ആവാതിരിക്കാൻ, അതുപോലെ ഹാംഫുൾ കണ്ടാമിനൻസ് നമ്മുടെ മെഷീനറീസിൻ്റെ ഉള്ളിൽ എൻ്റർ ആവാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ ഓയിൽ സീൽസ് എന്ന് പറയുന്നത്. നമ്മൾ IC എഞ്ചിൻ്റെ പിസ്റ്റണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെയുള്ള ഓയിൽ സീൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഫ്യൂവലും ലൂബ്രിക്കൻറ്റും തമ്മിൽ മിക്സ് ആവാതിരിക്കാനും ഫ്യൂവൽ പിസ്റ്റൻ്റെ കണക്റ്റിംഗ് റോഡ് സൈഡിലേക്ക് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ ഓയിൽ സീൽസ് ഉപയോഗിക്കും. ഇനി ഈ സീൽസിനെ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അതായത് രണ്ട് പാർട്ടുകൾക്കിടയിൽ റിലേറ്റീവ് മോഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പാർട്ട് സ്റ്റാറ്റിക് ആണെങ്കിൽ, റെസ്റ്റിലാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സീലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് സീലിംഗ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് സീൽ എന്ന് പറയുന്നത്. ഇനി ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ, പാർട്ടുകൾ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ഡൈനാമിക് സീലാണ് അല്ലെങ്കിൽ ഡൈനാമിക് സീലിംഗ് ആണെന്ന് പറയാം. ഡൈനാമിക് സീൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, റെസിപ്രോക്കേറ്റിങ്ങും റോട്ടറി. ഡൈനാമിക് സീൽസിന് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് സീൽസ് എന്നും റോട്ടറി സീൽസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ വരുന്ന ഏരിയാസിൽ യൂസ് ചെയ്യുന്ന സീൽസ് ആണെന്ത്, റെസിപ്രോക്കേറ്റിംഗ് സീൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കംപ്രസേഴ്സിൽ, ഷോക്ക് അബ്സോർബേഴ്സിൽ, IC എഞ്ചിൻ പിസ്റ്റൺസിൽ ഒക്കെ ഉപയോഗിക്കുന്ന എന്താണ്, റെസിപ്രോക്കേറ്റിംഗ് സീൽസിനാണ്. അതായത് ഇങ്ങനെയായിരിക്കും സീലിൻ്റെ അവിടെ മോഷൻ വരുന്നത്, എങ്ങനെയായിരിക്കും, ഇതുപോലെയായിരിക്കും മോഷൻ വരുന്നത്, ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി റോട്ടറി സീൽ എന്ന് വെച്ച് കഴിഞ്ഞാലോ, റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റ്സിൽ, റൊട്ടേറ്റിംഗ് കമ്പോണൻസിൽ, നമ്മുടെ ടർബൈൻസിൽ, സെൻട്രിഫ്യൂഗൽ പമ്പുകളിൽ ഒക്കെ ഉപയോഗിക്കുന്ന സീൽസ് ആണെന്ത്, റോട്ടറി സീൽസ് എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് കമ്പോണൻസിൽ ഉപയോഗിക്കുന്ന സീൽസ് ആണ് റോട്ടറി സീൽസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡൈനാമിക് സീലാണ് ഓറിംഗ് എന്ന് പറയുന്നത്. ഓറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് സെക്ഷൻ ഏരിയയ്ക്ക് വളരെ ക്ലോസ് ടോളറൻസിൽ ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും ഉള്ള ഒരു സീലാണെന്ത്, ഓറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ബൈക്കിൻ്റെ ഷോക്ക് അബ്സോർബറിലൊക്കെ ആ ഫ്ലൂയിഡ് എസ്കേപ്പ് ആവാതെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്ക് ആവാതെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓറിംഗ് ഉപയോഗിക്കും. വളരെ ക്ലോസ് ടോളറൻസിലുള്ള ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും ഉള്ള സീലാണ് എന്ത്, ഈ ഓറിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഇതുപോലെ സർക്കുലർ റിങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത് നമ്മുടെ ക്രോസ് സെക്ഷൻ ഏരിയയുടെ വളരെ ക്ലോസ് ടോളറൻസിലുള്ള സീലായിരിക്കും. ഇനി സീലിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ട് നമുക്ക് സീലിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റേഡിയൽ സീലും ആക്സിയൽ സീലും. അതായത് സീലിൻ്റെ കംപ്രഷൻ ഉണ്ടാകുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് സീലിൽ റേഡിയലിയാണ് സീലിംഗ് ആക്ഷൻ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കംപ്രഷൻ വരുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, റേഡിയൽ സീൽ എന്ന് പറയാം. നമ്മൾ റോഡ് സീൽ അല്ലെങ്കിൽ ഷാഫ്റ്റ് സീലൊക്കെ റേഡിയൽ സീലിൻ്റെ എക്സാമ്പിളാണ്. ഒരു പിസ്റ്റണിലുള്ള സീൽ എന്താണ്, റേഡിയൽ സീലിന് എക്സാമ്പിളാണ്. കാരണം എന്താണ്, അവിടെ സീലിംഗ് ആക്ഷൻ അല്ലെങ്കിൽ സീൽ സ്ക്യൂസ് ചെയ്യുന്നത് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും. ഇനി നെക്സ്റ്റ് ആക്സിയൽ സീൽ. ആക്സിയൽ സീലിൽ സീൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ആക്സിയലി അഗെയിൻസ്റ്റ് ഹൗസിംഗ് ആയിരിക്കും. ഹൗസിങ്ങിന് ആക്സിയലി അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്രസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ സീലിംഗ് ആക്ഷൻ നടക്കുന്നത്. അതായത് ഈ തരത്തിൽ കാണിച്ചിരിക്കുന്ന സീലാണ് എന്ത്, ആക്സിയൽ സീൽ എന്ന് പറയുന്നത്. സീൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ക്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിന് മറ്റൊരു പേര് കൂടെ പറയും. ആക്സിയൽ സീലിൻ്റെ മറ്റൊരു പേരാണ് ഫേസ് സീൽ. റേഡിയസ് സീരീസിന് എക്സാമ്പിൾ ഓർത്ത് വെക്കണം, റോഡ് സീലും ഷാഫ്റ്റ് സീലും. ആക്സിയൽ സീലിൻ്റെ മറ്റൊരു പേരാണെന്ത്? ഫേസ് സീൽ. ഇനി നമ്മൾ കോമൺ ആയിട്ട് സീലിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് നൈലോണ്, റബ്ബർ, പോളിത്തീൻ, PTF. ഇതൊക്കെ സീല് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ്നെസ് എന്നുള്ള ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു.